താങ്ക്സ്. പോയാലോ? ഷുവർ. ഓ സോറി. അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞ് ചെയ്യണേ. അമ്മ എന്നാ ചെല്ല. ശരി. ചേച്ചി, ചേച്ചിയുടെ കുഞ്ഞ് ഒരു മോനുണ്ട്. ഓക്കെ. എന്താടാ ആ നേരെ കെട്ട്. അവിടെ ബാക്കി കെട്ടാനുണ്ട്. വേഗം ചെല്ല്. എല്ലാം കെട്ടിയിട്ട് വെക്കണം. മനസ്സിലായോ? പൂജയ്ക്കുള്ള സാധനങ്ങൾ പൊരിക്കൂ. പെട്ടെന്ന് അവിടെ അല്ല. തൻവി മോളെത്തിയോ? വാ 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 വാ. മോളെ ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. ഒരുപാട് ജോലിയുണ്ട്. എന്താ ഇത്ര വൈകിയത്? ഇതുവരെ പ്രസാദം തയ്യാറാക്കിയിട്ടില്ല. പൂജാരി വന്നു. താമ്പൂലം റെഡിയാക്കാനുണ്ട്. വന്നേ വന്നേ വന്നേ. പാചകമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എല്ലാ ജോലിയും പകുതിയായി കിടക്കുക. അതുപോട്ടെ മോക്ക് പാചകം അറിയോ? അല്ലെങ്കിൽ വേണ്ട. മോൾ ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി വന്നതല്ലേ. അടുക്കള കയറി വെറുതെ ഡ്രസ്സെല്ലാം ഇല്ലാതാക്കണ്ട. ചേച്ചി പൂജാമുറിയിലുണ്ട്. മോള് പോയി അവളെ സഹായിക്കും. ചെല്ലും. അപ്പോഴേക്കും ഞാൻ പോയി ബാക്കിയുള്ള ജോലിയെല്ലാം തീർത്തിട്ട് വരാം. ഹേയ് തൻവി, വന്നോ? എന്താ ലേറ്റ് ആയത്? സഞ്ജു നേരത്തെ വരുന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുക. സാരി വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയം. ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരാം. നീ പൂജയുടെ കാര്യത്തിലൊന്ന് സഹായിക്കോ? ആ പ്ലേറ്റിംഗ് തരിക മോളെ. അതിങ്ങിട്ട് എടുക്കുക. എന്നിട്ടാ ഇവിടെ വെക്കുക. മോളെ ആ തുണി ഇങ്ങോട്ട് എടുക്കുക. അവിടെ ഇരിക്കുന്ന തേങ്ങയും വാഴപ്പഴം ഇങ്ങോട്ട് എടുക്കുക. മോനെ പഴം കിട്ടുക. സഞ്ജു ഒന്നിങ്ങ വന്നേ. ആ കുങ്കുമവും ഭസ്മവും ഇങ്ങോട്ട് എടുത്തേ. തൻവി, കുഞ്ഞിന് ഈ പാലൊന്ന് കൊടുക്കോ. അവൻ ഉറങ്ങിക്കോളും. ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ ആ കെട്ടി വെച്ചിട്ട് പോവില്ലേ, അതിങ്ങ് തരിക. ആ മതി മതി മതി, അത്രയും മതി. ആ വിളക്ക് കൂടെ എടുത്ത് വയ്ക്കുക. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. അതെ, സൂക്ഷിച്ചു. ലിവിംഗ് റൂമിൽ ഇരുന്നാ മതി. മോനെ ആ ദർഭം ഇങ്ങ് എടുത്തേ. ആഹാ, മോള് വന്നായിരുന്നു. രാവിലെ മുതൽ മോൾ കൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ ലേറ്റ് ആയത്? കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചവള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കണോ നോക്കിയിരിക്കുക അവള്. ഇങ്ങതാ മോളെ. മോളെ കോഫി ഉണ്ടാക്കാൻ അറിയോ നിനക്ക്? ഒരു സ്ട്രോങ് കോഫി ഉണ്ടായിക്കൊണ്ടു. പിന്നെ മോളെ വയസ്സായത് BP ഷുഗർ ഒക്കെ വിചാരിച്ച് ഷുഗർലെസ് കോഫി ഒന്നും ഉണ്ടായിക്കൊണ്ടിരില്ല. കുറച്ച് കൂടുതൽ ഷുഗർ ഇട്ടോ. പിന്നെ ഇത് ആന്റി ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നുവെച്ചാ അങ്കിളിന് ഷുഗർ ഉണ്ട്. എന്താ മോളെ കോഫി ചോദിച്ചോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ 10 തവണ കുടിച്ചു കഴിഞ്ഞു. വാ നമുക്ക് പൂജയുടെ കാര്യങ്ങൾ നോക്കാം. പ്രസാദൊക്കെ കിട്ടിയോ? കുട്ടിക്കാലം മുതൽ ഇങ്ങനെയാ. അമ്മ കൂടുതലാ. ശരി, ഞാൻ പോയിട്ട് വരാം ആന്റി. ഒരു മിനിറ്റ്. അയ്യോ ആന്റി, ഇതൊക്കെ എന്തിനാ? ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്. ഇത് വാങ്ങിക്കോ മോളെ. താങ്ക്സ്. ഇതുപോലെ പൂജയ്ക്കും വിശേഷങ്ങൾക്കും മാത്രമല്ല, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. കേട്ടോ? ശരി ആന്റി, പോയിട്ട് വരാം. പോയിട്ട് വരാം ആന്റി. ബൈ. ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് വരാമേ. നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് പൂജയുടെ ടെൻഷൻ ആയതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ടോർച്ചർ ചെയ്ത് കൊന്നേനെ. അങ്ങനെയൊന്നുമില്ല. യുവർ മോം ഈസ് സോ ക്യൂട്ട്. ആഹാ, താങ്ക് യു. ഏയ്, നിങ്ങൾ അത് തീർത്ത് സബ്മിറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഞങ്ങൾ പോവാം. പിടിക്ക്. 2 മിനിറ്റ് ഇരിക്കുന്നേ. ഞങ്ങളുടെ പണി എന്താ ഇപ്പൊ തീരും. 5 മിനിറ്റ് ലേറ്റ് ആയാലും 5 മാർക്ക് കുറയ്ക്കുമെന്നാ പറഞ്ഞേ. വലിയ പഠിപ്പിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടാ. ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. മാറിയിരിക്കേ. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പ നോക്കിയാലും. എന്താ റെക്കോർഡ്സ് ഒക്കെ കഴിഞ്ഞോ? എന്തായാലും വലല് വീണില്ല. ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അതിരിക്കട്ടെ, എന്താ കാര്യം? ടൂറിന് മുമ്പ് തന്മി എന്നെ ഒരു ദിവസം 3-4 തവണ കാണുമായിരുന്നു. 4 times. ടൂറിന് പോയപ്പോ എന്തുകൊണ്ടാണോ എന്തോ 1 മണിക്കൂർ ഇടവിട്ട് എന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചതാണ്.
ഒരു തവണ പ്രണയത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കുകൾ അവര് പോലും കേൾക്കില്ല. ആര്? അതിപ്പോ ആരായാലും. ഓ കറക്റ്റ് കറക്റ്റ്. ആ. ഇനിയിപ്പോ ആ പെണ്ണിനെ കണ്ട് ഞാനെങ്ങനെ മയങ്ങിപ്പോയാലൊരു ഫീൽ വന്നു. അയിനോ നീ ഷോക്കായതിൽ ഒരു തെറ്റുമില്ല. സത്യം പറഞ്ഞാ ആ പെണ്ണ് ശരിക്കും ഭാഗ്യവതിയാ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ലൈഫിൽ ആരുടെയെങ്കിലും കൂടെ സെറ്റിലാണ്. അതെന്തുകൊണ്ട് അവളുടെ കൂടെ ആയിക്കൂടെ? അതിനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അവള് തന്നെ പ്രേമിക്കുകയാണെങ്കിൽ എന്റെ ഹെൽപ്പ് എന്തിനാ? അവളെ ഒരു പെണ്ണ, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാൻ തീരുമാനിച്ചു. അതും അവൾ എന്നെ സ്നേഹിക്കുന്ന കാര്യം അവള് പോലും അറിയാതെ ഞാൻ അവളോട് പോയി പറയണം. ഒരുപാട് സന്തോഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും കൂടി നീ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ശരിയേട്ടാ, ഞാൻ വേണേ സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ നീ ഒന്നും പറയണ്ട. കോളേജ് കഴിഞ്ഞ് കോറിഡോറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതിനുശേഷം എല്ലാം ഞാൻ നോക്കിക്കോളാം. Done? ഓൾ ദി ബെസ്റ്റ്. Thank you. എടാ ഇവൻ ആക്ച്വലി 1.5 കണ്ണേ ഉള്ളോ? അതുകൊണ്ടാണോ തൻവി ഇവനെ പ്രേമിക്കുന്നതായിട്ട് ഇവന് തോന്നുന്നത്? അവൻ 1.5 കണ്ണേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നൂടാ. അവൾ എന്നെയാ നോക്കുന്നതെന്ന് അവനറിയണം. അല്ല ഇനിയിപ്പോ തൻവിക്ക് 1.5 കണ്ണേ ഉള്ളൂ? അല്ലല്ല, അല്ല എനിക്കെന്തോ ഒരു കുറവ്. കണ്ണു മണ്ണും തിരിച്ചറിഞ്ഞു വിടാ മരത്തിലെയാ. എന്താടാ ഇത്, ഒറ്റ ഡയലോഗ് തീർന്നോ? ഏയ് എന്നെ നീ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? നിന്റെ മുഖം എപ്പോഴെങ്കിലും നീ കണ്ണാടി കണ്ടിട്ടുണ്ടോ? ആ, എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. സൂക്ഷിച്ചോ. ചേട്ടാ, അത് വർക്കൗട്ട് ആയോ ചേട്ടാ? നുണയാ, എല്ലാം നുണയായിരുന്നു. എന്നെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ. എന്നെ ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണ് പറയുന്നുണ്ട്. ഇഷ്ടമായിട്ടും ഇഷ്ടമില്ലെന്നാണ് നുണ പറയുക. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്തോ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? അവളുടെ അച്ഛൻ റിട്ടയർഡ് മേജറാ. ആ എനിക്ക് തോന്നി, അപ്പോഴേ തോന്നി. അവളുടെ പ്രോബ്ലം എന്നോട് തുറന്നു പറഞ്ഞാലല്ലേ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റൂ. ചെറിയ പെങ്കൊച്ച, ഡോണ്ട് വറി തൻവി. മുകളിലിരിക്കുന്ന ദൈവം തോൽവി സമ്മതിച്ച് നിന്റെ ഇഷ്ടപ്രകാരം എന്റെ അടുത്തേക്ക് തന്നെ അയക്കും. നോക്കിക്കോ, ഇത് സത്യം, ഇത് തന്നെയാണ് സത്യം. ഇവന്റെ കർണപ്പൊട്ടിയിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഒരു സാധനം മര്യാദക്ക് എടുത്ത് വെച്ചൂടെ? എല്ലാം എന്റെ തലവിധിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതെല്ലാം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണമല്ലോ. എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചാണെന്ന് തോന്നുന്നു. നിങ്ങളെ മക്കളെ ഞാൻ തന്നെ നോക്കണമല്ലോ. നീ നോക്കടാ, നോക്ക്. ഒന്നും അറിയാത്ത പോലെ നിന്റെ ചേട്ടനിരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ? ഇയാളൊക്കെ ഇനി എന്ന് നന്നാവാനാ? ആ കൊച്ചിനൊന്ന് ഡൈപ്പർ മാറ്റിയിടണം. സമയം 1 മണിയായി. ഇതൊരു ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാനിവിടെ കുക്കിങ്ങില്ല, ഓൺ കളില്ല. ഓഫീസിൽ നിന്നാണെങ്കിൽ കോളും വരുന്നുണ്ട്. ഇങ്ങർക്ക് മാത്രം ഇതൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. കല്ലുപോലെ കുത്തിയിരിക്കുന്നുണ്ടല്ലേ മരത്തല്ലേ? ഒന്നും കൊടുക്കണം. നീ അതിര് കടന്ന് പോകുന്നുണ്ടേ, ഞാൻ കുറച്ചു നേരമായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. നിങ്ങളുണ്ടല്ലോ, നിന്നെയാണെങ്കിൽ തല്ലിയിട്ട് കാര്യമില്ല. എന്താ എന്താ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ തല്ലുവോ? എന്നെ കാണട്ടെ, ഒന്ന് തല്ലി നോക്ക്. നീ വാചോടിക്കാതെ പോവാൻ നോക്ക്. ഒരു ഭക്ഷണം ഉണ്ടാക്കോ. ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ വായടച്ച് മിണ്ടാതിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം ഇല്ല. പുറത്ത് പോയി കഴിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസം പട്ടിണി കിടന്നാലേ താരൊക്കെ പഠിക്കും. അതിരിക്കട്ടെ, എന്താ ഉണ്ടായത്? എന്താന്നറിയില്ല. ഒരു ദിവസം ഇയാളെ പഞ്ചാര വക്കിട്ട് ഞാൻ മയങ്ങി പോയതാടാ. എനിക്ക് ജീവിതത്തിൽ പറ്റിയ അബദ്ധം. എന്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിപ്പോയി. അപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ, ഇയാളുടെ ഈ മോന്ത കണ്ടപ്പോ നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന്. എന്ത് പറയാനാ, ഞാൻ കേട്ടില്ല. അന്നൊക്കെ ദിവസവും ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യുമായിരുന്നു. എന്നും പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ആഹാ, ലൈഫ് മുഴുവൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ കരുതി. എന്നിട്ട് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. കാലത്ത് എഴുന്നേറ്റ് ഇയാളുടെ ബെഡ് മുഴുവൻ വൃത്തിയാക്കണം, ഇയാളുടെ തുണിയൊക്കെ അലക്കണം, ഇയാൾ പോയിട്ട് വന്നതിന് ശേഷം ബാത്റൂം ക്ലീൻ ചെയ്യണം, ഇയാളുടെ 2 മക്കളെ പ്രസവിച്ചിട്ടിട്ടില്ലേ അതിന്റെയൊക്കെ ചന്തിയും ഞാൻ കഴുകി കൊടുക്കണം. അതിനുശേഷം ഇയാൾക്ക് വെട്ടി വിഴുങ്ങാൻ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി ഇയാൾക്ക് സമ്പാദിച്ചും കൂടെ കൊടുക്കണം. ഇയാളൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ ചിമ്പാൻസി മോറിന് ഒരു കുഞ്ഞിനെ കൂടെ പ്രസവിച്ചു കൊടുക്കണോന്ന്. ഇപ്പൊ ഉള്ള 2 എണ്ണം പോരാഞ്ഞിട്ട് ഇപ്പൊ ഞാനങ്ങ് പ്രസവിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന സാധനം അപ്പുറത്തേക്ക് എടുത്ത് മാറ്റില്ല. ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് അവിടെ തന്നെ കൊണ്ടുവച്ചാൽ എന്താ പ്രശ്നം? അതൊന്നും ചെയ്യില്ല. അതും ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. കല്യാണത്തിന് മുമ്പ് ഒരു 4 ദിവസം ഇയാളുടെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അറിയാന്ന് ഇയാളുടെ തനി സ്വഭാവം. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നീയെങ്കിലും സൂക്ഷിച്ച് നടന്നോ അനിയാ? നീ ആരെ കല്യാണം കഴിച്ചാലും ശരി, അവരും നമ്മളെ പോലെ മനുഷ്യരാണെന്ന് ഓർമ്മ വേണം. അല്ലാതെ തൊലി വെളുപ്പ് കണ്ട് റോഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, അവളും ഇതേ സ്വഭാവക്കാരിയാണെങ്കിൽ ഔട്ട്. നിന്റെ ജീവിതം കട്ടപ്പുകയാവും.